Hello everyone, welcome back to my channel Philomath for Easy Mathematics. So last video നമ്മൾ ചെയ്തത് types of functions ആയിരുന്നു. അതിലെ one function അല്ലെങ്കിൽ injective functionനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. And ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് surjective function അല്ലെങ്കിൽ onto functionനെ കുറിച്ചിട്ടാണ്. So നമ്മൾ പറഞ്ഞു types of function ആണ് പറയുന്നത്, അതിൽ രണ്ടാമത്തെ ടൈപ്പ് ആണിത്. സോ അതിന്റെ ഡെഫിനിഷൻ നമുക്ക് ആദ്യം നോക്കാം. എന്താണ് എപ്പോഴാണ് ഒരു ഫംഗ്ഷനെ onto function എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. So the definition, a function f from x to y is said to be onto if every element of y is the image of some elements of x under f. Okay, that is for every y belongs to y there exists an element x in x such that f of x equal to y, otherwise f is called into function. Okay, so ഇതിൽ പറയുന്നത് onto ഫംഗ്ഷനും അതുപോലെ തന്നെ into ഫംഗ്ഷനുമാണ്. ഓക്കെ, സോ ഞാൻ എന്താണ് onto ഫംഗ്ഷൻ എന്നുള്ളത് നിങ്ങളിപ്പോ ഡെഫിനിഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇപ്പോ നമ്മള് ഒരു ഫംഗ്ഷൻ പറയാണ്, എക്സ് എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് വൈ എന്ന് പറയുന്ന ഒരു സെറ്റിലേക്ക് നമ്മളൊരു ഫംഗ്ഷൻ പറയണമെന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിലിപ്പോ എക്സ് എന്ന് പറയുന്ന എലമെന്റ്സ് എ ബി സി ഡി എന്നാണെന്ന് വിചാരിച്ചോ. അതുപോലെ വൈ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ഇ എഫ് ജി എച്ച് ഐ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഈ നമ്മളൊരു ഫംഗ്ഷൻ പറയാണ്, ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ആണ്. ആ ഫംഗ്ഷനിലെ മാപ്പിംഗ് എന്ന് പറഞ്ഞാല് എ എഫിലേക്ക്, ബി ജിയിലേക്ക്, സി ഇയിലേക്ക് ആൻഡ് ഡി എച്ചിലേക്ക്, അങ്ങനെ 4 റിലേഷൻസ് ആണുള്ളത്. അപ്പൊ ഇതൊരു ഇതൊരു ഫംഗ്ഷൻ ആണോ? ആണ്. കാരണം എന്താ? ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞു, ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ്, ഇവിടുത്തെ എല്ലാത്തിനും അവിടെ ഇമേജ് ഉണ്ടായിരിക്കും അല്ലെ, ഇവിടെയുള്ള എല്ലാ എലമെന്റ്സിനും അവിടെ ഇമേജ് ഉണ്ടായിരിക്കും. ഇത് ഡൊമൈൻ, ഇത് കോഡൊമൈൻ. ഓക്കെ, ആദ്യത്തെ സെറ്റ് ഡൊമൈൻ, അടുത്തത് കോഡൊമൈൻ. സോ എല്ലാ സെറ്റിനും എന്തുണ്ടായിരിക്കും? ഇമേജ് ഉണ്ടായിരിക്കും. ആൻഡ് മറ്റ് രണ്ടാമത്തെ കാര്യം എന്താ, ഇവിടെ ഒരെണ്ണത്തിന് 2 എണ്ണം പാടില്ല, അതായത് എയിൽ നിന്ന് തന്നെ 2 എണ്ണം പാടില്ല എന്നൊക്കെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്താന്ന് പഠിച്ചത്. സോ ഈ 1 ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ബി എന്ന് പറയുന്ന സെറ്റ് നോക്കുക, അല്ലെങ്കിൽ ഈ വൈ എന്ന്, ഈ സെക്കൻഡ് സെറ്റ് ഇല്ലേ വൈ എന്ന് പറഞ്ഞു, ഇവിടെ നമുക്ക് പറയാം എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ എഫ് എന്ന് പറയുന്ന എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ഈ വൈ എന്ന് പറയുന്ന സെറ്റില്, ഓക്കെ, സെക്കൻഡ് സെറ്റില് എലമെന്റ്സ് നോക്കുക. 5 എലമെന്റ് ആണുള്ളത്. ഇതിൽ ഏതൊക്കെ എലമെന്റ് റിലേഷൻ ഉണ്ട്? ഇക്ക് ഉണ്ട്, ഇയും സിയും തമ്മിൽ റിലേറ്റഡ് ആണ്, എഫിനുണ്ട്, ജിക്ക് ഉണ്ട്, എച്ചിനുണ്ട്. പക്ഷെ ഐക്ക് ഇതുമായിട്ടൊരു റിലേഷനും ഇല്ല. ഇവിടെ നമ്മൾ പറഞ്ഞു a function f from x to y is said to be onto if every element of y, സെക്കൻഡ് സെറ്റിലെ എല്ലാ എലമെന്റ്സും is the image of some elements of x. ഓക്കെ, അതായത് ഈ സെക്കൻഡ് സെറ്റിലെ എല്ലാ എലമെന്റ്സിനും ഈ ഫസ്റ്റ് സെറ്റിൽ നിന്ന് എന്തുണ്ടാവും? ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഈ എലമെന്റ്സ് ഒക്കെ ഈ സെറ്റിലെ എലമെന്റ്സിന്റെ ഇമേജ് ആയിരിക്കണം. സോ ഇവിടെ നോക്കാം, ഈ സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇതെന്താണ്? എഫ് ആയിട്ട് റിലേറ്റഡ് ആണ്, ജി ആയിട്ട് റിലേറ്റഡ് ആണ്, സോറി ഈ എലമെന്റ്സ് ഒക്കെ റിലേറ്റഡ് ആണ്, ഈ ഐ റിലേറ്റഡ് അല്ല. അതുകൊണ്ട് ഇതിനൊരു പ്രീ ഇമേജ് ഇവിടെ ഇല്ല. ഓക്കെ, അതായത് ഇവിടുന്ന് അങ്ങോട്ടുള്ളതിന് ഡിയുടെ ഇമേജ് ആണ് എച്ച് എന്ന് പറഞ്ഞാൽ എച്ചിന്റെ പ്രീ ഇമേജ് ആണ് ഡി എന്ന് പറയാം. ഓക്കെ, അതായത് നമുക്കറിയാം ഡി ഈസ് ദ ഇമേജ് ഓഫ് എച്ച് എന്നാണ് നമുക്ക് പറയാം. പക്ഷേ ആൻഡ് എച്ച് ഈസ് ദ പ്രീ ഇമേജ്. ഓക്കെ, പ്രീ ഇമേജ് ഓഫ് ഡി എന്ന് പറയാം. നേരെ തിരിച്ചു പറയുമ്പോൾ പ്രീ ഇമേജ് എന്നാണ് പറയാം. ഓക്കെ, അതില് ഇമേജ് എന്ന് പറഞ്ഞാൽ തിരിച്ചു പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? പ്രീ ഇമേജ് എന്ന് പറയും. സോ ഇവിടെ പ്രീ ഇമേജ് എല്ലാ എലമെന്റ്സിനും, ഈ രണ്ടാമത്തെ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും എന്ത് കാണണം? ഒരു പ്രീ ഇമേജ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമ്മൾ അതിനെ എന്ത് പറയുള്ളൂ? onto ഫംഗ്ഷൻ അല്ലെങ്കിൽ സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുള്ളൂ. സോ ഒരു ഫംഗ്ഷൻ സർജക്റ്റീവ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? സെറ്റ് ബി അല്ലെങ്കിൽ ഈ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും എന്തുണ്ടായിരിക്കണം? പ്രീ ഇമേജസ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അതാണ് ഇതിന്റെ ഡെഫിനിഷനും അതിന്റെ ഞാനൊരു പിക്ചോറിയസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തതാണ്. സോ ഇനി നമുക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി അടുത്തത് ഒരു onto ഫംഗ്ഷനില് റേഞ്ചും കോഡൊമൈനും സെയിം ആയിരിക്കും. ഓക്കെ, അതായത് ഇതിപ്പോ onto ഫംഗ്ഷൻ ആണോ? അല്ല. കാരണം എന്താ? ഈ ഐക്ക് ഇവിടെ എന്തില്ല?
ഐക്ക് റിലേഷൻ ഇല്ല, പ്രീ ഇമേജ് ഇല്ല. സോ ഈ ഐ ഇല്ല എന്ന് വിചാരിക്കാം. ഇപ്പൊ ഇത് ഓൺ ടു ഫംഗ്ഷൻ അല്ലേ? കാരണം എന്താ, ഇവിടെ ഈ എച്ചിലെ എല്ലാത്തിനും മുന്നിൽ ഒരു പ്രീ ഇമേജ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഈ ഓൺ ടു ഫംഗ്ഷൻ ആണെങ്കിൽ അതിനുള്ളൊരു പ്രത്യേകതയാണ് പറയുന്നത്. ഓൺ ടു ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിന്റെ റേഞ്ച് എന്താ? ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്താ? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന എലമെന്റ്സ്, അതായത് ഇവിടെ മാപ്പ് ചെയ്തിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? ഇ, എഫ്, ജി, എച്ച് അല്ലെ? അതായത് വൈ എന്ന് പറയുന്ന സെറ്റില് മാപ്പ് ചെയ്ത എലമെന്റ്സ് ഏതൊക്കെയാ? ഇതല്ലേ അല്ലെ? ആൻഡ് കോഡൊമൈൻ ഏതാ? ഇത് ഡൊമൈൻ ആണ്, ഇത് കോഡൊമൈൻ ആണ്. ഫസ്റ്റ് സെറ്റ് ഡൊമൈൻ, അടുത്തത് കോഡൊമൈൻ. ഓക്കെ, സോ ഇവിടെ കോഡൊമൈനും അതുപോലെ റേഞ്ചും സെയിം ആയിരിക്കും അല്ലെ? റേഞ്ച് എന്ന് പറഞ്ഞാല് ഒന്നുകൂടി ഓർത്ത് വെക്കുക, റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സെറ്റ് ഫസ്റ്റത്തെ സെറ്റിൽ നിന്നും റിലേഷൻ, ഐ മീൻ ഇമേജസ് ഉള്ള ഈ ഫസ്റ്റത്തെ സെറ്റിന്റെ എലമെന്റ്സിന്റെ ഇമേജസിന്റെ സെറ്റിനെയാണ്. അതായത് ഇവിടെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെറ്റിൽ ഏതൊക്കെയുള്ള? ഇ, എഫ്, ജി, എച്ച് അല്ലെ? ഇതാണ് കോഡൊമൈൻ. ആൻഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഈ എ എന്ന് പറയുന്ന ഫസ്റ്റത്തെ സെറ്റിലെ എലമെന്റ്സിന്റെ ഇമേജസ് ഉള്ള സെറ്റ്. ഓക്കെ, സോ ഇവിടെ ഏതൊക്കെയാണ് റേഞ്ച് സെറ്റിൽ ഏതൊക്കെയാ വരിക? ഏതൊക്കെയൊക്കെ? എക്ക് ഏതാ ഇമേജ്? എഫ്, ബിക്ക് ഏതാ ഇമേജ്? ജി, സിക്ക് ഏതാ ഇമേജ്? ഇ, ആൻഡ് ഡിക്ക് ഏതാ ഇമേജ്? എച്ച്. സോ ഈ നാലെണ്ണം തന്നെ അല്ലേ കോഡൊമൈനിലുള്ളത്? സോ കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആയിരിക്കും ഫോർ എ ഓൺ ടു ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെങ്കിൽ അതിന്റെ ഇതൊരു ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്, കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത നമുക്കൊരു ടു പ്രൂവ് ഒരു പ്രോബ്ലം ചെയ്യാനൊക്കെ ആയിട്ട് ഈ മെത്തേഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുക, അതായത് ഓൺ ടു ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യാനാണ് നോക്കുന്നത്. 1-1ന്റെ കാര്യം നമ്മൾ നോക്കിയതായിരുന്നു. സോ ഓൺ ടു എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഓക്കെ, to prove onto let f of x equal to y solve in order to get value of x. Okay, check whether value of x is defined for all values. If it is defined, then onto. Okay, സോ എന്താണ് നമ്മളിപ്പോ പറഞ്ഞത്? എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓൺ ടു ആണോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും അല്ലെ? അതായത് ഏതോ റിലേഷനിൽ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. സോ ആ ഫംഗ്ഷൻ എഴുതുക, ഫംഗ്ഷനെ y എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും പ്രോബ്ലത്തില്. സോ ആ ഫംഗ്ഷൻ നമ്മൾ y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് y ഈക്വൽ ടു 2x എന്നാണെങ്കിൽ ഓക്കെ, നമ്മുടെ ഫംഗ്ഷൻ f of x ഈക്വൽ ടു y എന്നാണ് എഴുതേണ്ടത് അല്ലെ? f of x ഈക്വൽ ടു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് f of x ഈക്വൽ ടു y എന്നാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് സപ്പോസ് f of x എന്ന് പറയുന്നത് 2x ആണെന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതെങ്കിൽ 2x ഈക്വൽ ടു y എന്ന് എഴുതുക. ആൻഡ് ദെൻ x ഈക്വൽ ടു xന് solve in order to get value of x. x ആണ് കിട്ടേണ്ടത്. സോ എക്സിനെ ഒരു സൈഡിൽ നിർത്തുക, x ഈക്വൽ ടു y, ഈ ഇൻറ്റു 2 അങ്ങോട്ട് പോകുമ്പോ by 2 ആവും, y by 2. അങ്ങനെ സോൾവ് ചെയ്യുക. ഇനി ഈ x എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആണോ നോക്കുക. അത് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഡിഫൈൻഡ് ആണെങ്കിൽ നമ്മൾ പറയുന്ന ആ ഡൊമൈനിലോ കോഡൊമൈനിലോ അതില് ഡിഫൈൻഡ് ആണെങ്കിൽ അതിനെ നമ്മൾ ഓൺ ടു എന്നാണ് പറയാം. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ മെത്തേഡ് വരുന്നത്. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ. എന്താണ് ഓൺ ടു ഫംഗ്ഷൻ, അത് എങ്ങനെയാണ് ചെയ്യുക, ഇതിന്റെ ജസ്റ്റ് സ്റ്റെപ്സ് ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ നമുക്ക് ചെയ്യാം ഓൺ ടു ഫംഗ്ഷന്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ ഓൺ ടു ഫംഗ്ഷൻ പ്രോബ്ലം എഴുതാം.
let f is a function from R to R. R to R means real number set to real number set defined by f of x equal to 1 by x minus 5. Okay, so ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നേരത്തെ ചെയ്തു. എങ്ങനെയാണ് ഇങ്ങനത്തെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, അതായത് ഓൺ ടു ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള പ്രോബ്ലംസ് ചെയ്തു. ഒന്നുമില്ല, ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് f of x equal to y എന്ന് കൊടുക്കുക. ഓക്കെ, ലെറ്റ് f of x equal to y എന്ന് കൊടുക്കുക. f of x equal to y എന്ന് കൊടുക്കുക. ഇവിടെ f of x എന്താ? 1 by x minus 5 ആണ്. So 1 by x minus 5 equal to y എന്ന് കൊടുക്കുക. ആണോ? അതെ. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സോൾവ് ചെയ്യേണ്ടത് x നാണ്. സോ നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ അങ്ങോട്ട് കൊടുക്കുക. ഇത് 1 by അല്ലേ? സോ 1 equal to ഈ by x minus 5 അങ്ങോട്ട് പോകുമ്പോ എന്താവും? into x minus 5. 1 equal to y into x minus 5. അതായത് ഈ x minus 5 അങ്ങോട്ട് പോകുമ്പോ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ഇനി നമ്മൾ ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 1 equal to yx minus 5y എന്ന് കിട്ടി. ഓക്കെ, ഇനി x ഉള്ള ടേമിനെ ഒരു സൈഡിൽ നിർത്തുക. സോ ഈ x ഉള്ള ടേമിനെ അവിടെ തന്നെ നിർത്തുക. അപ്പോ 1 ഈ മൈനസ് 5y ഇങ്ങോട്ട് വരുമ്പോ എന്താവും? പ്ലസ് 5y. 1 പ്ലസ് 5y ഈക്വൽ ടു yx. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? yx ഈക്വൽ ടു 1 പ്ലസ് 5y എന്ന് പറഞ്ഞൂടെ? ഇതിനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയേ ഉള്ളൂ. ആദ്യം x എഴുതാൻ വേണ്ടിട്ട് എപ്പോഴും x നെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാണ് വേണ്ടത്. ഓക്കെ, സോ x ഈക്വൽ ടു x നെ മാത്രം നിർത്തുക. അപ്പൊ ഈ y എന്താവും? ഇവിടെ 1 പ്ലസ് 5y ഉണ്ട്. ഈ ഇൻറ്റു y അങ്ങോട്ട് പോകുമ്പോ ഡിവൈഡഡ് ബൈ y ആവും. ഞാൻ ഒരു വട്ടം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. സംഭവം ഒന്നുമില്ല, ജസ്റ്റ് എന്താ പറയാ, സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. f of x ഈക്വൽ ടു ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. f of x ഈക്വൽ ടു y എന്ന് കൊടുക്കുക. 1 by x minus 5 ഈക്വൽ ടു y. അതായത് f of x ന്റെ സ്ഥാനത്ത് 1 by x minus 5 എന്ന് കൊടുത്തു. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഈ x minus 5 അപ്പുറത്തെ സൈഡിലേക്ക്, ഈക്വൽ ടുവിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോ എന്താവും? ഇൻറ്റു x minus 5 ആവും. സോ ഈ ഇൻറ്റു x minus 5 അങ്ങോട്ട് പോകുമ്പോ 1 ഈക്വൽ ടു y ഇൻറ്റു x minus 5 ആവും. ഇത് ബ്രാക്കറ്റിലാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. ഇതുകൊണ്ട് ഗുണിക്കണം, ഇതുകൊണ്ട് ഗുണിക്കണം. സോ yx minus 5y എന്ന് വന്നു. സോ ഇനി നമുക്ക് എന്താ വേണ്ടത്? x ന് സോൾവ് ചെയ്യാണ് വേണ്ടത്. സോ x ഉള്ള ടേമിനെ ഒരു സൈഡിൽ നിർത്തുക, x ഇല്ലാത്ത ടേംസിനെ മറ്റു സൈഡിലേക്ക് കൊണ്ടുവരിക. സോ 1 പ്ലസ് 5y ഈക്വൽ ടു yx എന്ന് കിട്ടി. അത് നമ്മൾ നേരെ ഇന്റർചേഞ്ച് ചെയ്തു. yx ഇവിടെയും 1 പ്ലസ് 5y അപ്പുറത്തേക്കും കൊണ്ടുപോയി. അതെന്തിനാ? x നെ നമ്മളൊരു സൈഡിലേക്ക് ആക്കി എന്ന് മാത്രം. ഓക്കെ, സോ ഇനി x ഈക്വൽ ടു ഈ ഇൻറ്റു y അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ബൈ y ആവും. 1 പ്ലസ് 5y ബൈ y എന്ന്. ഓക്കെ, സോ നമുക്ക് കിട്ടി x എന്ന് പറഞ്ഞാലുള്ളത് കിട്ടി. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ഇത് ഡിഫൈൻഡ് ആണോ നോക്കണം. ഓക്കെ, ഇത് ഡിഫൈൻഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഡിഫൈൻഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഇഫ് y ഈക്വൽ ടു 0, ഇവിടെ y 0 ആണെങ്കിൽ അങ്ങനെ ഒരു കേസ് കൂടി വരാലോ. y എന്ന് പറയുന്നത് ഏത് എലമെന്റും വരാം. ഇവിടെ അഥവാ y എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എന്താവും കണ്ടീഷൻ? 1 പ്ലസ് 5y ബൈ y അല്ലേ? ബൈ 0 വരില്ലേ? ഈ y ക്ക് പകരം എന്താവും? നമ്മൾ y യുടെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോ 1 പ്ലസ് 5 ഇൻറ്റു 0 ബൈ 0 വരും. അതായത് 1 ബൈ 0 വരും. 1 ബൈ 0 ഡിഫൈൻഡ് ആണോ? അല്ല, ഇതുവരെ ഡിഫൈൻഡ് അല്ല. 1 ബൈ 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫിനിറ്റി എന്നാണ് പറയാറ്. സോ ഇതുവരെ അത് ഡിഫൈൻഡ് അല്ല. Therefore എന്ത് പറയാം? Therefore it's not defined. X is not defined. അല്ലെ, x ആണ് 1 plus 5y. Okay, x equal to 1 plus 5y by y is not defined. Okay, so ഇത്രയാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പൊ അത് ഡിഫൈൻഡ് അല്ല, therefore not on to. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഓക്കെ, സോ ഇതാണ് ഓൺ ടുവിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞാൻ. ഓൺ ടു അല്ലാത്തതിനുള്ള എക്സാമ്പിൾ. ഇനി നമ്മൾക്ക് ഓൺ ടു ആണ് എന്നുള്ളതിനുള്ള എക്സാമ്പിൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ലെക്ചറിൽ ഞാൻ എടുക്കാം. അടുത്ത ലെക്ചറിൽ നമ്മൾ 1-1ഉം ഓൺ ടുവും വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം സെക്ഷൻ ചെയ്യാം. ഇപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്
അടുത്തൊരു ടോപ്പിക് കൂടി ഉണ്ട്, അതുകൂടി പറയാം. ഒരു ലെക്ചർ ടോപ്പിക് ആണ്. ഓക്കെ, സോ ബൈജെക്ഷൻ 1 പറഞ്ഞു, on to പറഞ്ഞു. So next is bijection. Okay, bijection. Okay, ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ബൈജെക്ഷൻ എന്ന് പറയുന്നത്, ഈ ഫങ്ഷൻസ് എന്ന് പറയുന്നതിന്റെ അണ്ടറിൽ. ഓക്കെ, അതായത് അല്ലെങ്കിൽ ഇതിനെ പറയുന്ന വേറൊരു പേരാണ് 1 on to 1 on to ഫംഗ്ഷൻ. ഓക്കെ, 1 on to ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അതായത് പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബൈജെക്ഷൻ എന്ന് പറഞ്ഞാലല്ല, ഈ 1 on to ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഫംഗ്ഷന് അത് 1 on to ആണെങ്കിൽ, if a function is both 1 and on to, then that function is called a bijective function. Okay, if a function is both 1 and on to, then it is called bijective function. Bijective function. ഓക്കെ, സോ നമ്മളത് ചോദിക്കുക അധികം. ഇപ്പൊ നമ്മൾ റിലേഷൻ പഠിച്ചപ്പോ പറഞ്ഞു, എന്താ പറഞ്ഞത്? റിലേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇക്വാലൻസ് റിലേഷൻ എന്താന്നുള്ളതൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൽ 1 on to ആയ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ബൈജെക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ 1 പറയുന്ന വേറൊരു പേരായിരുന്നു എന്ത്? ഇൻജെക്റ്റീവ്. ആൻഡ് on to പറഞ്ഞ വേറെ പേരായിരുന്നു സർജെക്റ്റീവ്. ഇൻജെക്റ്റീവ് പ്ലസ് സർജെക്റ്റീവ്. ഓക്കെ, ഇതൊക്കെ അതായത് ഇതെന്ന് പറഞ്ഞാലും 1 എന്ന് പറഞ്ഞാൽ സെയിം ആട്ടോ. 1 on to ഈക്വൽ ടു ഇതിന്റെ പേരെന്താണ്? ബൈജെക്റ്റീവ്. ഓക്കെ, സോ 1 എന്ന് പറഞ്ഞാൽ എന്താ? ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. രണ്ട് പേര് പറയുന്നുണ്ടേ ഉള്ളൂ. ചിലപ്പോ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക 1 ഫംഗ്ഷൻ എന്നായിരിക്കും ചോദിക്കുക. ചിലപ്പോ നിങ്ങളോട് ചോദിക്കുക ഇൻജെക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുക. ചിലപ്പോ ചോദിക്കുക ഒരു ഫംഗ്ഷൻ തരും, ആ ഫംഗ്ഷൻ ബൈജെക്റ്റീവ് ആണോ എന്നായിരിക്കും ചോദിക്കുക. സോ ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അടുത്ത ലെക്ചറിൽ ചെയ്യാം. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ആൻഡ് ഇതിലെ അതായത് 1 on to അല്ലെങ്കിൽ ബൈജെക്ഷനിലെ പ്രോബ്ലംസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. താങ്ക് യു.